നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ലക്ഷ്മിയുടെ ദേഹത്ത് 12 മാരകമായ മുറിവുകളാണുള്ളത്. സുധാകരന്റെ ശരീരത്തിൽ 6 ആഴത്തിലുള്ള മുറിവുകളുമുണ്ട്. ചെന്താമര നടത്തിയത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ആക്രമണം തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു. തലയിൽ വെട്ടിയത് മരണമുറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. 100-ലധികം പോലീസുകാർ പോത്തുണ്ടിയിലെ മലയോര മേഖലകളിൽ പരിശോധന നടത്തും. കൊലപ്പെട്ട സുധാകരന്റെയും അമ്മയുടെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ലക്ഷ്മിയുടെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും. അതേസമയം പോലീസ് വീഴ്ചയിൽ ADGP റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ADGP മനോജ് എബ്രഹാമാണ് പാലക്കാട് SP-യോട് റിപ്പോർട്ട് തേടിയത്. പ്രതി ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൽ നടപടിയെടുക്കാത്തതിലാണ് അന്വേഷണം. പാലക്കാട് നഗരത്തിൽ ചെന്താമരയെ കണ്ടതായിട്ടുള്ള സൂചനകളും ഇതിനോടൊപ്പം വരുന്നു. നഗരസഭയ്ക്ക് സമീപം സന്നദ്ധ സംഘടനകൾ ഭിക്ഷക്കാർക്ക് ഭക്ഷണം നൽകുന്നതിനിടെയാണ് പ്രതിയുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടത്. ഇതോടെ പോലീസിനെ വിവരവും അറിയിച്ചിട്ട് വിവരങ്ങളുമായി ഐഷത്തുൽ ഷംനയും വി വിനോദും ചേരുന്നു. ഷംന, ആദ്യം പ്രതി എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇത്ര മണിക്കൂർ, ഏകദേശം 24 മണിക്കൂറിനപ്പുറമാകുന്നു. അപ്പോഴും അതിലൊരു കൃത്യമായ വിവരം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ് ഈ വലിയ വീഴ്ച എന്നുള്ള വിഷയത്തിൽ തന്നെ വിശദീകരണം പോലീസ് തേടുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും സൂചന പ്രതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? ഷംന, കേൾക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന? ഓക്കെ, റൈറ്റ്, ഷംനയിലേക്ക് വരാം. ഏതായാലും പ്രതിയുമായിട്ട് രൂപസാദൃശ്യമുള്ള ഒരാളെ ഭിക്ഷക്കാർക്കിടയിൽ കണ്ടതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ആ വിവരമായിരിക്കും ഷംനയുടെ പക്കലുണ്ടാകുക. അതിലേക്ക് വരാം. വിനോദ്, അന്വേഷണം അത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടാകുന്നു. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച ശേഷവും നടപടി എടുത്തിട്ടില്ല. അതായത് പോലീസിന്റെ വീഴ്ചയാണ് പ്രാഥമികമായിട്ടും ആത്യന്തികമായിട്ടും ഒക്കെ ഇതിനകത്ത് വരുന്നത് എന്ന് തന്നെയാണോ? അപർണ, നഗരത്തിലും വനമേഖലയിലും ഒരുപോലെ തിരച്ചിൽ നടക്കുകയാണ്. പാലക്കാടുമായി ചേർന്ന വനമേഖലയിൽ 100ഓളം പോലീസുകാരാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. അതേസമയം തന്നെ ചെന്താമരയെ നഗരത്തിൽ കണ്ടുവന്ന സൂചനകൾ, ഭിക്ഷക്കാർക്കിടയിൽ കണ്ടുവന്ന ചില വിവരങ്ങൾ പുറത്തുവരുന്നു. അതുകൊണ്ട് തന്നെ നഗരം കേന്ദ്രീകരിച്ച്, ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെയുള്ള പരിശോധന നടക്കുന്നുണ്ട്. ADGP MR അജിത് കുമാറാണ് പാലക്കാട് SP-യോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടിയത്. നേരത്തെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിരുന്നു എന്ന കാര്യം മനസ്സിലായിരുന്നു. ഈ കൊലപാതക കേസിൽ ജയിലിൽ പോവുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. അവിടെ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായി ഈ പ്രദേശത്ത് എത്തരുതെന്നടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ കൃത്യമായ നിരീക്ഷണം ഇത്തരം പ്രതികൾക്ക് മേൽ ഉണ്ടാകണം എന്ന കാര്യമുണ്ട്. ഇവരുടെ നീക്കങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ DGP നൽകിയിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങൾ പാലിച്ചില്ല എന്ന വിവരങ്ങൾ കൂടി വരുന്നു. അതൊരു ആരോപണമായി നിലനിൽക്കുന്നു. മാത്രമല്ല, സജിതയെ കൊലപ്പെടുത്തുകയും അതിനുശേഷം ജാമ്യത്തിലിറങ്ങി ഇതേ വീട്ടിൽ 2 പേരെ കൂടി കൊലപ്പെടുത്തുമ്പോൾ ആ പ്രതിക്ക് മേൽ പോലീസിൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നില്ല എന്ന വലിയ വിമർശനം ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പോലീസിന് വീഴ്ച പറ്റിയോ എന്ന കാര്യം ആരാഞ്ഞുകൊണ്ട് ADGP MR അജിത് കുമാർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ചെന്താമരയുടെ സ്വഭാവ രീതിയെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് പോലും ഇയാൾ അന്ധവിശ്വാസം മുറുകെ പിടിച്ചിരുന്നു. ജോൾസൻ പറഞ്ഞതനുസരിച്ചാണ് ആദ്യം സജിതയെ കൊലപ്പെടുത്തുന്നതെന്നാണ്. തന്റെ കുടുംബം ഒന്ന് ഇടപെടുന്നു വിനോദ്, ഞാൻ വരാം. ചില സാങ്കേതിക വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്ന് ഷംനയിലേക്ക് പോകണം. ഷംന, ഈ പ്രതിയെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടെത്തിയെന്നുള്ള ഇതൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഈ 24 മണിക്കൂർ കഴിയുമ്പോഴും ഇയാളെ ട്രാക്ക് ചെയ്യാൻ പോലീസിന് കഴിയാത്തത് വലിയ വീഴ്ചയായി നാട്ടുകാരും പറയുന്നുണ്ടാവില്ലേ? ഷംന, കേൾക്കാമോ? ഇത് പാലക്കാട് സിറ്റിയിൽ എത്തി എന്നതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അപർണ, ഈ പാലക്കാട് സിറ്റി എത്തി എന്നതിന് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം ഈ സന്നദ്ധ സംഘടനകളാണ് നഗരസഭയ്ക്ക് സമീപം ഭക്ഷണം കൊടുക്കുന്നത് ഭിക്ഷക്കാർക്ക്. അതിനിടയിലാണ് ഈ ചെന്താമര എത്തി എന്നൊരു സൂചന, അല്ലെങ്കിൽ ഇയാളുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടു എന്നുള്ള ഒരു സൂചനയുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നഗരത്തിലേക്ക് കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതാണ് നെല്ലിയാമ്പതി മലനിരകൾ എന്റെ പുറകുവശത്ത് കാണുന്നത്. ഇവിടേക്ക് പ്രതി രക്ഷപ്പെട്ടു എന്ന തരത്തിലുള്ള സൂചനകളാണ് ആദ്യഘട്ടം മുതൽ തന്നെ പുറത്തു വന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മലനിരകളിലും ഒപ്പം തന്നെ സമീപത്ത് വനപ്രദേശമുണ്ട്. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൂടുതൽ തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുള്ളത്. 100-ലധികം പോലീസുകാരാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഒപ്പം തന്നെ നാട്ടുകാരും ഈ ഒരു തിരച്ചിലിൽ പോലീസിനൊപ്പം ഉണ്ട്. നാട്ടുകാരും ചേർന്നുകൊണ്ടാണ്. ഇതാണ് ഈ കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ വീട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ സുധാകരന്റെ വീട്. ഈ ലക്ഷ്മി താമസിച്ചിരുന്നത് തറവാട് വീട്ടിലായിരുന്നു. ഈ സുധാകരൻ
കൊല്ലപ്പെട്ടത് ശബ്ദം കേട്ട് ഓടിയെത്തിയ ഈ വീട്ടിൽ നിന്നാണ് ലക്ഷ്മി ഓടിയെത്തിയത്. അതോടെ ലക്ഷ്മിയെയും വെട്ടിക്കൊല്ലുകയായിരുന്നു. എന്തായാലും നാട്ടുകാരിപ്പോ നമ്മുടെ കൂടെയുണ്ട്. ചേട്ടാ, ഈ അയൽവാസിയാണോ? എന്താ ഇത് സംഭവം കണ്ടിരുന്നു? ഇപ്പൊ ഈ തെരച്ചിൽ ഇതുവരെ എത്തി? പോലീസ് എന്തെങ്കിലും പറഞ്ഞു? പോലീസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാള് ഈ ഒരു സൈക്കോ ആണെന്ന് നേരത്തെ പറഞ്ഞു. ചേട്ടന്റെ വീട്ടില് ഈ സമീപത്തുള്ള വീടുകളിലൊക്കെ വധഭീഷണി ഉണ്ടാക്കിയിരുന്നു ഇയാള് എന്ന് പറഞ്ഞു. ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ട്. നമ്മുടെ ഭാര്യ അടക്കം വെട്ടിക്കൊല്ലും മറ്റല്ലേ ഞങ്ങൾ വീട് മാറിയിട്ടല്ലേ ഇരിക്കുന്നു. വീട് മാറി ഈ ഭീഷണിയെ തുടർന്നു. ഭീഷണി തുടർന്നു. ഇതെൻ്റെ സ്വന്തം മകളുണ്ടല്ല, മകള് പറഞ്ഞത് ഈ വീട്ടിലേക്ക് വരുന്നില്ല, ഇവള് വെട്ടിക്കൊല്ലും മറ്റേ, ഇവൻ വെട്ടിക്കൊല്ലും മറ്റേ, വീട്ടിലേക്ക് വരില്ല. അങ്ങനെ വരാതിരുന്നപ്പോൾ ആ സ്ത്രീ രക്ഷപ്പെട്ടു. പെൺകുട്ടി ഇപ്പോൾ കുനിശ്ശേരിയിലെ താമസം, രക്ഷപ്പെട്ടു. അപ്പുറത്തെ വീട്ടുകാരനെ നീല പെയിൻ്റ് എടുത്തതിനെ കൊല്ലണ്ട, അതെന്തോ അപ്പം പള്ളിക്ക് പോയതുകൊണ്ട് അതിന് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഇത്. എപ്പോഴും ശരീരത്തെ കൊടുവാളും വെച്ച് നടക്കുകയാണ്. എപ്പോഴും കൊടുവാൾ കയ്യിലുണ്ട്. ഈ 2019 ഭാര്യ പിണങ്ങി പോകുന്നത്. അതിന് ശേഷമാണ് സജിതയെ കൊല്ലുന്നത്. അതിനു മുമ്പ് ഇയാൾ എങ്ങനെയായിരുന്നു? അന്ന് തന്നെ കൊടുവാളം കൊണ്ട് ഭാര്യയാണ് വെട്ടാൻ പോക്ക്. ശരിയെല്ലാം കിട്ടിയ ഭാര്യ സഹിച്ച് വഴിയില്ലാണ്ട് പോയി. മകള് വാട്ടറോതട്ടിൽ ഇപ്പോൾ പണി കെട്ടിയിട്ടുണ്ട്. മകള് ഇവിടെ ഇരിക്കുകയില്ല. എന്തിനെങ്കിലും വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അടിയും തല്ലുമായി. അത്രയും മോശത്തിലാണ് ഇവൻ്റെ ജീവിതം. ഒരു ജോത്സ്യം പറഞ്ഞിരുന്നു ഈ ഭാര്യ പിണങ്ങി പോവാൻ കാരണം ഈ നീളമുള്ള മുടിയുള്ള സ്ത്രീയാണ് പറഞ്ഞിട്ടാണ് അവളിന് വെട്ടിക്കൊന്ന് തന്നത്. ഏതൊരു പണിക്കാർ പറഞ്ഞു, നീളമുള്ള മുടി ഉള്ള സ്ത്രീയാണ് നിൻ്റെ ഭാര്യ എന്നെ കണ്ണിക്കണ്ണ് പറഞ്ഞിട്ട് ധരിപ്പിച്ചിട്ടാണ് ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് അവളിനെ പോയി കുളിയും കഴിഞ്ഞിട്ട് വരുന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറലും. ഇപ്പം കയറില്ല. അവിടെ ഈ ഭാഗത്തേക്കൊന്നും ആരും ഒരുപാട് സഞ്ചാരമില്ല സ്ഥലമാണ്. അത് ഒരാൾ മാത്രം വരും. പിന്നെ നമ്മുടെ വീട് അതാണ്, നമ്മൾക്ക് കൊണ്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ളിൽ കയറിയതും കയറി വാതിലടച്ചു. ഒരു സ്ത്രീ എന്ത് ചെയ്യാൻ പറ്റും? മുറിച്ച് കാറാപ്പുറം വെട്ടി മുറിച്ചിട്ടിട്ട് പോയി. എന്നിട്ട് കാട്ടിൽ പോയി കടന്ന് പിറ്റേ ദിവസം വന്ന് പിടിച്ചു. അന്നും ആ മലയിലോട്ട് തന്നെ? മലയിലേക്ക്, ഇത് മലയ്ക്ക് മല കയറി. എന്നിട്ട് എന്നെന്തോ അപ്പോൾ അവിടെ ഒന്നും അറിയില്ല. അവിടെ കയറേണ്ട, മലയ്ക്ക് കയറാമല്ലോ. ഇത് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ആരും ആ സംശയമില്ലല്ലോ. ഇപ്പോൾ വെട്ടി എന്നുള്ളത് പിന്നെ അറിയുമ്പോഴേക്കും അവന് മല കയറി പോകാമല്ലോ, ഇല്ലെങ്കിൽ അതെങ്കിലും തൂനിക്ക് അവർക്കും മാറിപ്പോകാമല്ലോ. അതോ ഭക്ഷണം കൊടുത്ത് ചത്തോ എന്നുള്ളത് ഒന്നും അറിയില്ല. പോലീസിൻ്റെ കൂടെ നിറയെ ആൾക്കാരും പോയിട്ടുണ്ട്. അപ്പോൾ 150 പോലീസുകാർ, ഇവരൊക്കെ പോലീസുകാരനെ, അപ്പുറത്തുള്ളവരൊക്കെ പോലീസുകാരനെ. അതിന് ഇപ്പോൾ ഒരു 100 കൊണ്ട് ഇറക്കിയിട്ട് പോകണം. നിറയെ പോലീസുകാരുണ്ട്, കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ജീവനോടെ കിട്ടിയോ ചത്തിട്ട്. പിന്നെ അവനൊരു അപ്പുറത്തെ നീല വീട്ടിലെ സ്ത്രീനെയും കൂടി കൊല്ലണമെന്ന് വരുന്നുണ്ട്. മറവിൽ നിന്നിട്ട് വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഏതായാലും ഒരു കേസാണ്. അവൻ പറഞ്ഞിട്ടുള്ളത് ഒരാളിനെ കൊന്നാലും 10 ആളിനെ കൊന്നാലും ഒരേ കേസാണ്. എന്നോട് പറഞ്ഞത് ഇന്നലെ 8:30. ഈ ഒരാളിനെ കൊന്നാലും 10 ആളിനെ കൊന്നാലും ഒരേ കേസ്. ഇവിടെ എല്ലാവരോടും പറഞ്ഞു. ഇപ്പോൾ കത്തിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർ പോലീസിൽ വിളിച്ചു പറഞ്ഞു, പോലീസ് വന്ന് പിടിച്ചിട്ട് പോകണ്ടേ. പോലീസുകാരൊന്നും ചെയ്തില്ല. അതുകൊണ്ട് എൻ്റെ സ്വന്തം അവൻ്റെ മാമനാണ് ഞാൻ. എൻ്റെ പെങ്ങളുടെ മകനാണത്. ജയ് ഹനുമാൻ അറിയാം. ഈ ബന്ധുക്കളടുത്തൊക്കെ ഇയാൾ ഇങ്ങനെ തന്നെയാണോ? ബന്ധുക്കൾ വേറെ ഒരാളിനെ ഒന്നും ചെയ്യില്ല. ഈ തലയും താത്തി മുട്ടാണ് നടക്കും. വേറെ ഒരാളിനോട് എന്താണ് ചോദിക്കുക ഒന്നും ചെയ്യില്ല. ആദ്യമൊക്കെ ഡ്രൈവറായി പോയി. ഒരു ആക്സിഡൻ്റായിട്ട് ഒരാൾ തമിഴ്നാട്ടിൽ മരിച്ചപ്പോൾ നിർത്തി. പിന്നെ ഇങ്ങനെയൊക്കെ കെട്ടിയവള് വല്ലതും സമ്പാദിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ തല്ലിപ്പിടുങ്ങി തിന്നുക, കാതിലുണ്ടെങ്കിൽ കൂരുക, കൊണ്ട് പണയം വയ്ക്കുക, ഏതെങ്കിലും പണിക്കാർക്ക് കൊടുക്കുക. കാല് മദ്യം ഒന്നുമില്ല, സീർട്ട് വീടിയോ വലിക്കും. കാല് ഇരടിക്കഴിഞ്ഞിട്ട് അവൻ വീണ പോയി പണിക്കര് എന്തെങ്കിലും കാശ് കൊടുക്കാൻ വേണ്ടി കുറച്ച് നേരം ആരെ കൊടുക്കും ഈ നോക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ കൊടുക്കുകയാണ് അത്ര കയ്യിലുള്ള കാശ് മുഴുവൻ. ഒരാൾ ഇതേപോലെ വേറെ ഏതോ ഒരു മറ്റേ നെല്ലിയാമ്പതി കൂടെ കയറിയിട്ട് ഏതോ അവിടെ ഒരു ആദിവാസി എന്തോ ചെയ്യേണ്ടി പറഞ്ഞു. അവിടെ ഇപ്പം നീ ഒരു ആട് കൊണ്ടുപോകും എല്ലാം ശരിയായി തരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരു കറുത്ത ആട്ടിനെ പിടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി കൊടുത്ത് അവർ വെട്ടി തിന്നിട്ട് പോയി. അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലത്തിൽ പോയി. ഈ ഭാഗത്തൊക്കെ പോയിട്ടുള്ളൂ.
കിട്ടണം, കിട്ടിയാലേ മറ്റുള്ളവർ സമ്മാനത്തിരിക്കാമല്ലോ. പാലക്കാട് പോയിട്ട് എത്തേണ്ട ഒരു ഇതൊന്നുമില്ല. പാലക്കാട് ഇപ്പം എങ്ങനെ പാലക്കാട് പോകും? ബസ്സിലിരുന്നിട്ട് പിന്നെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള അപ്പം വിളിച്ച് പറയില്ലേ? ഇപ്പം എല്ലാവരും ഫോട്ടോ ആയില്ലേ? ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന ശേഷം പിന്നെ എന്താ ചെയ്യുന്നറിയാം? ഒരു തൊപ്പിയിടും, തോർത്തുമുണ്ട്, ഇങ്ങനെ കണ്ണു മാത്രം കാണിക്കും. കാണിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ നടന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലാണ്ട് മുഴുവൻ കാണിക്കില്ല. ഇപ്പം കയറാൻ പാടില്ല എന്ന് പറഞ്ഞതൊക്കെ ശരി. ഇവിടെ ആൾക്കാരിനോട് പറയുന്ന അവൻ എന്താ സംഗതി അറിയാം? എനിക്കിത് പേര് പറയാൻ പറ്റില്ല. ഈ പാർട്ടി മറ്റേ ബാബുവും പ്രേമനും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടത്. അങ്ങനെയാണ് എനിക്ക് ഇവിടേക്ക് വരാൻ പറ്റിയത് എന്നാണ് പറഞ്ഞത്. MLA ബാബു ഇവനും കൂടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റി. അവരുദ്ദേശിച്ച് ജാമ്യം കിട്ടി. ഇനിയിപ്പോൾ അല്ല ഒന്നില്ലെങ്കിൽ ഒന്നിങ്ങനെ പറഞ്ഞിട്ടാവും എനിക്ക് വാടക കൊടുത്ത് പറ്റില്ല, എൻ്റെ വീട്ടിലൊന്നും ഇരിക്കട്ടെ പറഞ്ഞപ്പോൾ അവർ സൗഹാർദ്ദ നിലയ്ക്ക് പറഞ്ഞായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പെട്ടിട്ടാണില്ല, അങ്ങനെ വന്നായിരിക്കാന്ന് വിചാരിക്കുന്നു. അവര് വിശ്വസിച്ചിട്ടായിരിക്കും ഇവിടെ വന്നോ പറഞ്ഞത്. ഇവനിത് ചെയ്യുന്നറിഞ്ഞ വീട്ടില്ല, അങ്ങനെ പോയിട്ട് അബദ്ധം പറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ പോലീസുകാരനോട് നമ്മൾ കംപ്ലൈൻറ്റ് വരുമ്പോൾ പോലീസുകാർ വന്ന് കോർട്ടിൽ പോയിട്ട് അവിടുന്ന് ജാമ്യം കിട്ടി വന്നതാണ്. അതുകൊണ്ട് പോലീസുകാർക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ശരിയല്ല? ശരിയായിരിക്കും വിചാരിക്കണം. ഇപ്പോൾ ഇതൊക്കെ അതാണ് കാരണം. ഇപ്പോൾ ഈ നാട്ടുകാരടക്കം ആരോപിക്കുന്നത് പോലീസിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലില്ലാതെ അയാൾക്ക് പ്രതിക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയില്ല എന്നാണ്. പക്ഷെ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത, സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും വ്യാപകമായ ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിക്കായി നടക്കുന്നത്. ഈ മേഖലയെ നെല്ലിയാമ്പതി മലനിരകളിലേക്ക് പോകുന്നതിന് വഴിയിലാണ് ഈ നേരത്തെ ഡോഗ് സ്ക്വാഡ് അടക്കം എത്തിപ്പെട്ട ഒരു കുളമുള്ളത്. അവിടെയായിരുന്നു ഇന്ന് സ്കൂബ ഡൈവിങ്ങിന്റെ പരിശോധന ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു പരിശോധനയിൽ മറ്റൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്കൂബ ഡൈവിങ്ങിന്റെ പരിശോധന ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റ് മേഖലകൾ ഈ തരത്തിൽ പാലക്കാട് സിറ്റിയിൽ, നഗരത്തിൽ ഈ പ്രതിയെ കണ്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ, അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അവിടെയും കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധനയുണ്ട്. 100-ലധികം പോലീസുകാരാണ് ഇന്ന് പ്രതിക്കായി തിരച്ചിൽ തുടരുന്നത്. എന്തായാലും അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭിക്ഷക്കാരുടെ ഇടയിൽ ആ ഭിക്ഷക്കാരുടെ ഇടയിൽ രൂപസാദൃശ്യമുള്ളത് ആ ഒരു കാര്യം തള്ളിക്കളയുകയാണ് അല്ലേ? അതിൽ വലിയ കാര്യമില്ല എന്നുള്ള ഒരു സ്ഥിരീകരണം കൂടിയാണ് വരുന്നത് ഈ സമയത്ത്. അപർണ, നാട്ടുകാർ പറയുന്നത് അതാണ്. കാരണം ഈ നെന്മാറയിൽ നിന്നും പാലക്കാട് നഗരത്തിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. ബസ് മാർഗം അല്ലെങ്കിൽ വാഹനത്തിൽ അല്ലാതെ പോവാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇയാൾ യാത്ര ചെയ്യുന്ന സമയത്ത് മറ്റാരെങ്കിലും കാണണമായിരുന്നു. അങ്ങനെ ഒരു ഇപ്പോൾ ഈ യാത്രക്കിടയിലോ മറ്റോ ഒന്നും ആരും കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെ ഒരു അയാൾക്ക് പാലക്കാട് നഗരത്തിൽ എത്തിപ്പെടാൻ ഈ ഒരു സമയം കൊണ്ട് കഴിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം തന്നെ ഇയാൾ പൊതുവെ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തൊപ്പി മാസ്കും മുഖമൊക്കെ മറച്ച നിലയിലാണ് നടക്കാറ്. അങ്ങനെയെങ്കിൽ ഇനി അത്തരത്തിൽ ഈ മുഖം മറച്ചും മറ്റും അല്ലെങ്കിൽ വേഷം മാറിയൊക്കെ എത്തിപ്പെട്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കണ്ടത് പ്രതിയെ തന്നെയാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷെ ആ ഒരു സാധ്യത തള്ളിക്കളയാതെ തന്നെ അതിൽ അന്വേഷണം നടക്കും. ഒരു കാര്യം കൂടെ, സൗഹൃദങ്ങൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇയാളെ പിന്തുണയ്ക്കുന്നവരൊന്നുമില്ല. അപ്പോഴും ഈ കഴിഞ്ഞ തവണയൊക്കെ ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരുടെ ഒപ്പമായിരുന്നു? അങ്ങനെ ഏതെങ്കിലും ആൾക്കാരുടെ പേരെന്തെങ്കിലും നാട്ടുകാർ പറയുന്നുണ്ടോ? ഈ തെരച്ചിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ആരും ഇയാളെ സഹായിക്കാനില്ല എന്ന് തന്നെയാണോ? ഈ അതിർത്തി കടന്നു പോയിട്ടുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പിലൊക്കെ തന്നെയാണോ ഇപ്പോൾ? അപർണ, ഈ അതിർത്തി കടന്ന് പോയി എന്ന ഒരു സാധ്യത അതിപ്പോൾ തള്ളിക്കളയുകയാണ് പോലീസ്. കാരണം ഈ മലനിരകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തമിഴ്നാടായി. പക്ഷെ ആ ഒരു തമിഴ്നാട് കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ അന്വേഷണം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സാധ്യത ഏറെക്കുറെ തള്ളിയ നിലയിലാണ് പോലീസ്. കാരണം അതിർത്തി കടന്നിട്ടുണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ വനമേഖലയിലോ അല്ലെങ്കിൽ ഈ മലയോര മേഖലയിലോ ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ്. കാരണം ഈ പ്രദേശം ഈ നെന്മാറയിൽ നിന്ന് പോത്തുണ്ടി ഭാഗത്തെ ഒരു വഴിയുടെ അവസാനമാണ്
ഈ ഒരു 3 വീടുകളുള്ളത്. ഈ പ്രതിയുടെയും അതുപോലെ കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മയുടെയും വീട് ഈ വഴി വന്ന് അവസാനിക്കുന്ന അവിടെയാണ്. അതിനുശേഷം ഇവിടെ ഇതുപോലെ വലിയ പാടങ്ങളും മലനിരകളും ഒക്കെയാണ്. ഇവിടെ അല്ലാണ്ട് മറ്റ് വീടുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലോട്ട് സ്ഥിരമായി ആളുകൾ ഉള്ളത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ആൾപെരുമാറ്റം വളരെ കുറവായ ഒരു മേഖലയായതുകൊണ്ട് തന്നെ ഇതുവഴി പ്രതിക്ക് രക്ഷപ്പെടാൻ എളുപ്പമാണ്. കാരണം ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി ഓടുന്നതോ അല്ലെങ്കിൽ പ്രതി രക്ഷപ്പെടുന്നതോ കാണാൻ സാധ്യത കുറവാണ്. ഇയാൾ റോഡ് മാർഗം രക്ഷപ്പെടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും നാട്ടുകാർ കാണുമായിരുന്നു. പക്ഷേ ഇത് ആൾപെരുമാറ്റമില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്ഥിരമായി ആൾക്കാർ ഇല്ലാത്ത മറ്റ് കൃഷിയുടെ ആവശ്യത്തിനോ മറ്റോ വല്ലപ്പോഴും വരുന്നതൊഴിച്ച് സ്ഥിരമായി പ്രദേശവാസികൾ നിൽക്കാത്തൊരു മേഖല ആയതുകൊണ്ടാണ് ഈ മലനിരകളിലേക്ക് പ്രതിക്ക് ഓടിപ്പോവാൻ സാധ്യത എളുപ്പമാണ്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കൂടുതലാണെന്ന് പോലീസ് ഉൾപ്പെടെ പറയുന്നതും. മറ്റൊരു കാര്യം, ഇന്നലെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ ഈ സമീപത്തുള്ള കുളം വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രതി കുളത്തിലിറങ്ങി വൃത്തിയായതിനു ശേഷമായിരിക്കാം പിന്നീട് രക്ഷപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഡോഗ് സ്ക്വാഡിന് അല്ലെങ്കിൽ പോലീസ് നായ്ക്ക് പിന്നീട് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയാത്തത് എന്നുള്ള ഒരു നിഗമനത്തിൽ കൂടിയാണ്. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് നാട്ടുകാരുൾപ്പെടെ ഇപ്പോൾ പോലീസിന്റെ കൂടെ അന്വേഷണത്തിലുണ്ട്. ഒപ്പം തന്നെ ഈ വീടിന് ചുറ്റും, ഈ പ്രതിയുടെ വീടിന് ചുറ്റും, സുധാകരന്റെ വീടിന് ചുറ്റുമൊക്കെ ഇപ്പോൾ പോലീസ് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പ്രതിക്ക് ചെന്താമരയ്ക്ക് ഒരു അനിയനുണ്ട്. ഈ അനിയന്റെ വീട്ടിലോട്ടോ മറ്റോ പോയിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ രാത്രി അങ്ങോട്ട് എത്തിപ്പെടുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷെ അതും ഇപ്പോൾ പോലീസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് കൂടി എത്തുന്നു. പിന്നെ പ്രധാനമായും എടുത്തു പറയേണ്ടത് 2019 ഇയാൾ കൊലപാതകം നടത്തിയതിനു ശേഷം രക്ഷപ്പെട്ട അതേ മലയിലേക്ക് തന്നെയാണ് കയറിപ്പോയത് എന്നാണ് നിഗമനം. അങ്ങനെയെങ്കിൽ 2019 ഇയാളെ 5 ദിവസത്തിന് ശേഷമാണ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പ്രതിക്ക് നന്നായി അറിയാവുന്ന ഒരു മേഖല, അല്ലെങ്കിൽ വളരെ കൃത്യമായി ഓരോ മലയിടുക്കുകളും അല്ലെങ്കിൽ ഓരോ കുറുക്കു വഴികളും പ്രതിക്ക് നന്നായി അറിയാവുന്ന ഒരു പ്രദേശം, അതിൽ നിന്നും പോലീസിന് കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് ദുഷ്കരമാണ്. പക്ഷെ അപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച അതിക്കാര്യത്തിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുന്നത്. കാരണം നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. നമ്മോട് നേരത്തെ സംസാരിച്ച പ്രദേശവാസിയും അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. കാരണം അയാളുടെ ഭാര്യയ്ക്ക് വരെ ഭീഷണി ഉണ്ടായിരുന്നു. പ്രധാനമായും അതിന് കാരണം ഇയാളുടെ ചെന്താമരയുടെ അന്ധവിശ്വാസം, അതാണ് എടുത്തു പറയേണ്ടത്. എന്തുണ്ടെങ്കിലും ഒന്ന് വീണാൽ പോലും അതിൽ ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും സമയദോഷമുണ്ടോ എന്ന ചിന്ത, അതുമൂലം ഇയാൾ പണിക്കരെ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുമായിരുന്നു. ഈ മലമുകളിൽ ഏതോ ആദിവാസി വിഭാഗത്തിന്റെ ഇത്തരത്തിൽ എന്തോ വിശ്വാസപരമായിട്ടുള്ള കാര്യമുണ്ടായിരുന്നു. അവിടെ അടക്കം പോയി ഇങ്ങനെ നോക്കുമായിരുന്നു, ജ്യോതിഷം നോക്കുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാര്യ പിണങ്ങി പോവാൻ കാരണം ഈ ഒരു നീളമുള്ള മുടിയുള്ള സ്ത്രീയാണെന്ന് ഏതോ പണിക്കര് അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുധാകരന്റെ ഭാര്യ സജിതയെ 2019 ഇയാൾ കൊലപ്പെടുത്തുന്നത്. അത് അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. കഴുത്തറുത്ത നിലയിൽ അങ്ങനെയാണ് അന്ന് ആ കൊലപാതകം നടത്തിയത്. അതിനുശേഷം ആ പക പിന്നീടും തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ ഈ സമീപവാസികളോട് ഉൾപ്പെടെ ഒരു തരത്തിലുള്ള ബന്ധവും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ കൊലപാതകത്തിന് മുൻപും ഈ പ്രതിയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരുന്നു. നിരന്തരം ഭാര്യയെ സംശയം, അതിന്റെ പേരിൽ വഴക്ക്, മറ്റ് കുടുംബാംഗങ്ങളെ, നാട്ടുകാരെ എല്ലാവരെയും ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രദേശവാസികളോ ആരും തന്നെ ഇയാളോട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ജാമ്യത്തിൽ വന്ന് സമീപത്തെ ഓരോ വീട്ടിലും സ്ത്രീകളോട് ഇയാൾ പറയുമായിരുന്നു, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഈ സുധാകരന്റെ 2 പെൺമക്കളാണുള്ളത്. അതിൽ ഒരാൾ കല്യാണം കഴിച്ച് പോയതാണ്, ഭർത്താവിന്റെ വീട്ടിലാണ് താമസം. മറ്റൊരു മകൾ ഇയാളെ പേടിച്ച് ഈ സ്വന്തം വീട്ടിലോട്ട് പോലും ഈ പ്രതിയെ പേടിച്ച് വരാറില്ലായിരുന്നു. പക്ഷെ ഇന്നലെ ഒരു
ട്രഷറി ഓഫീസിൽ പോവാൻ അച്ഛന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടിയാണ് സുധാകരനും മകളും കൂടി ഇന്നലെ ട്രഷറി ഓഫീസിലോട്ട് പോവാൻ തയ്യാറായത്. മകൾ ബസ് സ്റ്റോപ്പിൽ അച്ഛന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സുധാകരൻ ക്രൂരമായി വെട്ടി കൊല ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഇപ്പോൾ ആ മകൾ ഇന്നലെ സംസാരിച്ചപ്പോഴും അക്ഷരാർത്ഥത്തിൽ തനിച്ചായി പോയി എന്നാണ് ആ മകൾ പറഞ്ഞത്. കാരണം അമ്മയെ കൊന്ന സമയത്ത് ഇതേ പ്രതി തന്നെ അമ്മയെ കൊന്ന സമയത്ത് പോലീസിനോട് പറഞ്ഞതാണ്, പേടിയാണ്, ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞതാണ്. അതിനുശേഷം ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ അത് വീണ്ടും നാട്ടുകാരുൾപ്പെടെയുള്ളവർ ചേർന്ന് പോലീസിനെ അക്കാര്യം ധരിപ്പിച്ചതാണ്. വധഭീഷണിയുണ്ട്, ഈ സമീപവാസികൾക്കുൾപ്പെടെ പ്രദേശവാസികളെ വരെ ഇയാൾ ഭീഷണിപ്പെടുത്തുമ്പോൾ അത് പോലീസിനോട് കൃത്യമായി തന്നെ അറിയിച്ചതാണ്. പക്ഷെ എന്നിട്ട് പോലും ഒരു സുരക്ഷയെ ഒരുക്കിയില്ല. ഇപ്പൊ നാട്ടുകാർ ആരോപിക്കുന്നത് MLA കെ ബാബു ഇടപെട്ടാണ് ഇയാൾക്ക് ഇങ്ങോട്ട് ജാമ്യം ലംഘിച്ചാണെങ്കിൽ പോലും ഈ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പഞ്ചായത്തിലേക്ക് ഇയാൾ കടന്നത് MLA ബാബുവിന്റെ ഒരു സഹായത്തോടെയാണ് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. പക്ഷെ അതിൽ എത്രമാത്രം വ്യക്തതയുണ്ട് അല്ലെങ്കിൽ സ്ഥിരീകരണം ഒന്നും നൽകുന്നത് രാഷ്ട്രീയ സ്വാധീനം കൂടി പ്രതി രക്ഷപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പോലും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്ന സാഹചര്യമാണ്. ഏതായാലും 24 മണിക്കൂർ കഴിയുമ്പോഴും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. ഏതെങ്കിലും തരത്തിലൊരു തുമ്പ് കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് നാണം കെടുത്തുന്ന കാര്യമായി മാറുകയും ചെയ്യും.